കേരളത്തിൽ ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ ലക്ഷ്യമിട്ട് ഒരു മയക്കുമരുന്ന് പരിപാലന സംഘം ആസൂത്രിതമായി പ്രവർത്തിക്കുന്നുണ്ടോ? പ്രത്യേകിച്ച് ഹിന്ദു പെൺകുട്ടികളെ, ഹിന്ദു ക്രിസ്ത്യൻ സ്ത്രീകളെ മയക്കുമരുന്നിന് അടിമകളാക്കി യഥാർത്ഥ ഓപ്പറേറ്റർമാർ നിഴലിൽ നിൽക്കുമ്പോൾ അവരെ വാഹകരായി അഥവാ കടത്തിന് സംരക്ഷകരാക്കി ഉപയോഗിക്കുന്നുണ്ടോ? കഴിഞ്ഞ 4 വർഷമായി കേരളത്തിൽ നടന്ന പ്രധാന മയക്കുമരുന്ന് വാഹകർ അറസ്റ്റിലായത് ഹിന്ദു ക്രിസ്ത്യൻ സ്ത്രീകൾ. 90% ഹിന്ദുക്കൾ. അവരുടെ സഹപ്രവർത്തകർ അല്ലെങ്കിൽ പങ്കാളികൾ. ഒന്ന് ഊഹിക്കും. 2023 അപർണ, യാസർ കണ്ണൂർ. 2023 അപർണ, നൌഫൽ കൊച്ചി. 2023 സൂസിമോൾ, അമീർ കൊച്ചി. 2024 ശ്രുതി, മുഹമ്മദ് കൊച്ചി. 2024 സോനാപോൾ, ഷാറുഖ് പാലക്കാട്. 2025 കല്യാണി, ഉനൈസ് കൊച്ചി. 2025 അപർണ, ആരിഫ് കണ്ണൂർ. 2025 സിഷ്മ, അബൂബക്കർ കൊച്ചി. 2026 ശീതൽ, ഫിറോസ് കോഴിക്കോട്. 2026 കാമ്യക, ഹമീദ് കോഴിക്കോട്. 2026 വിദ്യയും ശ്രീലക്ഷ്മിയും, ഷിഫാസ് പാലക്കാട്. നിങ്ങൾ ഇവിടെ ഒരു പാറ്റേൺ കാണുന്നുണ്ടോ? മാധ്യമങ്ങളും രാഷ്ട്രീയ പാർട്ടികളും ഈ വ്യക്തമായ രീതിയിലുള്ള പ്രസ്താവനയ്ക്ക് നേരെ പൂർണ്ണമായും അന്ധത കാണിക്കുന്നത് എന്തുകൊണ്ടാണ്? അതിനുത്തരം മറുപുറത്ത് മുഴുവൻ സമാധാന മതക്കാർ എന്ന് അവകാശപ്പെടുന്നവരാണ് എന്നതാണ്. ആ കമ്മ്യൂണിറ്റിയെ പൊതിഞ്ഞു പിടിക്കാൻ ഇവർക്ക് കൃത്യമായി കമ്മീഷൻ കിട്ടുന്നുണ്ട്. വിദേശ തീവ്രവാദ ബന്ധങ്ങളുള്ള വലിയ ക്രിമിനൽ ശൃംഖലയുടെ സാധ്യതയെക്കുറിച്ച് അധികാരികൾ അന്വേഷിക്കുന്നുണ്ടോ? അന്വേഷിച്ചേ മതിയാകൂ. അതല്ല എങ്കിൽ ഹിന്ദു സംഘടനകൾ ഈ കാര്യങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും.